ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത സോപ്പ് നിർമ്മാണമായിട്ട് വന്നേക്കാണ് കേട്ടോ. എൻ്റെ സോപ്പിൻ്റെ കളർ ഉണ്ടോ? ബേസിൻ്റെ കളറ് ഈ ഒരു കളറിലാണ് എൻ്റെ ബേസ് ഇരിക്കുന്നത് കേട്ടോ. എന്താണെന്ന് എന്നോട് ചോദിക്കുന്നത്, എല്ലാവരും ചോദിക്കൂ. ഇത് നമ്മുടെ ഒറിജിനൽ വെളിച്ചെണ്ണ ചെയ്യുന്ന നമ്മുടെ ബേസാണ് കേട്ടോ. അപ്പോൾ ഒറിജിനൽ വെളിച്ചെണ്ണ ചെയ്യുന്ന ബേസിൻ്റെ കളറ് ദേ ഈ ഒരു കളറിലിരിക്കും. ഇത് കറക്റ്റ് ഓർഗാനിക്കാണ് കേട്ടോ. നല്ല മഞ്ഞ കളറാണ് ഇതിൻ്റെ ബേസിന്. നിങ്ങൾക്ക് ബേസ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ബേസ് വേണ്ടത് കമൻറ്റ് ചെയ്താൽ മതി കാണേണ്ടവർ. പിന്നെ നിങ്ങൾക്ക് ബേസ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യം ഒരു ലൈറ്റ് പിയേഴ്സിൻ്റെ ഒക്കെ ഒരു കളറിലാണ് ഈ സോപ്പിൻ്റെ ബേസ് വരിക. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കേരളത്തിൽ തന്നെ ചെയ്യുന്നവരുടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പം നല്ല രീതിയിൽ എനിക്ക് ബേസ് നല്ല അടിപൊളി ബേസാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ കളറിൻ്റെ ഇതിൽ മാത്രം നമുക്ക് ആ ട്രാൻസ്പെറൻറ്റ് വൈറ്റ്, നല്ല വൈറ്റ് കളർ അല്ലെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഇതിന് വരുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ ചേർത്തത് ഗ്ലിസറിനാണ്, വെജിറ്റബിൾ ഗ്ലിസറിനാണ്. അടുത്തായിട്ട് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളിന് പകരം നമ്മൾ ഡ്രോപ്പുകൾ ചേർക്കുവാണേ. ഇങ്ങനെ മേടിച്ച് വെക്കുന്നതായിരിക്കും കേട്ടോ ലാഭം. നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഓയിൽ അങ്ങനെ ചേർത്താൽ മതി. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഫ്രാഗ്രൻസ് ആണ്, ഡവിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ചേർക്കുന്നത്. ലൈറ്റ് ആയിട്ടുള്ളൊരു മണം മതി എന്നുള്ളവർക്ക് ഒരു 15 ml ചേർത്താൽ മതി. പക്ഷേ എനിക്ക് നിലവിൽ 20 ml ചേർത്താലേ എനിക്ക് താല്പര്യമുള്ളൂ കേട്ടോ. പക്ഷേ ഇത് നമ്മൾ 1/2 കിലോയേ ഉള്ളൂ. അപ്പോൾ അത് 10 മില്ലി മതി. അപ്പം അത്രയും നമ്മുടെ സ്മെല്ല് ചേർത്തു. ഇത് നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ ഈ ലൈറ്റ് കളറ് ഇതുണ്ടോ, സ്മെല്ല് ചേർത്തപ്പോൾ ഇതിൻ്റെ കളർ വേറൊരു കളറായേ. അപ്പോൾ നമുക്കിതിനൊരു ചെറിയ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ ഗ്രീൻ അല്ല, ഒരു ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുക്കുവാണേ. അപ്പോൾ ഇതെന്നാന്ന് ചോദിച്ചാൽ ഇത് ഞാൻ ഈ ബേസ് ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി ഈ ബേസിന് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ട്രാൻസ്പെറൻറ്റ് ബേസ് പോലെ അല്ല ഇത്. നല്ല വെളിച്ചെണ്ണയിൽ നല്ല സൂപ്പർ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കി തരുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ തന്നെ കണ്ടോ, നമ്മൾ ആ പച്ച ചേർത്തപ്പോൾ വേറൊരു കളർ നമുക്ക് കിട്ടി. പക്ഷെ നമുക്കിതിൽ വൈറ്റ് അലോവേര ചെയ്യാൻ പാടായിരിക്കുമേ. അത് മാത്രമേ ഇതിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളൂ, വേറെ ഒരു പ്രോബ്ലംസും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കിത് കളർഫുൾ ആക്കി ചെയ്യണമെങ്കിൽ കളർഫുൾ ആക്കി ചെയ്യാം. ഇത് അലോവേര ഞാൻ ഓൾറെഡി ചേർത്തിരുന്നു കേട്ടോ. അപ്പം ഇതിന് സെപ്പറേറ്റ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അലോവേര ചേർത്തതാണ്. ഒരു ലൈറ്റ് കളർ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുവാണേ. എല്ലാവർക്കും തന്നെ കളർഫുള്ളാണ് ഇഷ്ടം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ മോൾഡുകളാണ് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ അങ്ങനത്തെ മോൾഡുകൾ തന്നെയാണ് ചെയ്യുന്നത്. ആൾക്കാരുടെ ഇഷ്ടവും കൂടെ നമ്മൾ നോക്കിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള മോൾഡുകൾ തിരഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന സ്മെല്ലുകളും നമ്മുടെ മോൾഡുകളും ഒക്കെ നമ്മുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ വളർത്താനും തളർത്താനും സാധ്യത തരുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അധികം മിച്ചമില്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ ബേസാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബേസ് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ബേസാണ്. എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു ബേസാണ് കേട്ടോ. അപ്പം ഇതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ ഫുൾ ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഓർഗാനിക്. ശരിക്കും നല്ല പതയുണ്ട്, നല്ല ഒറിജിനൽ വെളിച്ചെണ്ണ ചേർത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വെളിച്ചെണ്ണയൊന്നും ആഡ് ചെയ്യണ്ട. അവർ ഡയറക്റ്റ്ലി ഉണ്ടാക്കുന്ന അവരുടെ മാനുഫാക്ചറിങ്ങിൽ തന്നെ അവർ ചെയ്യുന്ന ഇത് അവർ എല്ലാം ആഡ് ചെയ്തിട്ടാണ് തരുന്നതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ ആ ബേസ് കാണുമ്പോൾ തന്നെ അറിയാനും പറ്റും കേട്ടോ. കാരണം ഗ്ലിസറിനൊക്കെ ചേർത്ത് വരുന്ന ബേസാണ്. അപ്പോൾ നമ്മൾ ചേർത്തില്ലേ പോലും കുഴപ്പമില്ല. പക്ഷേ എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ ചെറുതായിട്ട് ഗ്ലിസറിൻ്റെ ശകലം ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമ്മളിപ്പോൾ ചെറിയൊരു ശംഖുപുഷ്പം ഇട്ടിട്ടുണ്ടായിരുന്നേ, കുറച്ച് കിട്ടിയിരുന്നത്. അപ്പോൾ അത് ഞാൻ കളയാതെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ആണെങ്കിലും നമുക്ക് എല്ലാം ഇതെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതുണ്ടോ ബേസ് നമ്മൾ ഉരുക്കി വരുമ്പോൾ ഒരു ലൈറ്റ് മഞ്ഞ കളറിലാണ് നമുക്കിരിക്കുക കണ്ടോ. ഇപ്പോൾ കളർ ചേർക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇത് വലിയ പ്രശ്നമില്ല. പിന്നെ കളർ ഇല്ലാതെ എടുക്കണമെങ്കിൽ മറ്റേ വൈറ്റ് വേണമെന്നുള്ളവർക്ക് അല്ലാതെ മേടിക്കാം കേട്ടോ. ഇത് പക്ഷേ ഒരുവിധം നല്ലൊരു ബേസാണ്. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറഞ്ഞതുമാണ്. പിന്നെ നല്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുക. അപ്പോൾ എനിക്ക് പൊതുവേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഇതിൻ്റെ അളവും കാര്യങ്ങളും ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാനൊന്നും ചേർത്തിട്ടില്ല. അലോവേര മാത്രം ചേർത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അലോവേര നമ്മൾ ഒരു 15-20 മില്ലിയോളം ചേർത്തിട്ടുള്ളൂ. അലോവേരയുടെ ജ്യൂസ്, അത് ഫ്രഷ് ജ്യൂസ് ആയതുകൊണ്ട് അത്ര ആഡ് ചെയ്തുള്ളൂ. കൂടുതൽ ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. പക്ഷേ എനിക്ക് നോർമലി അധികം ഈ ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് സോപ്പിൻ്റെ ആ ഒരു കട്ടി കുറയ്ക്കാനുള്ള ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്
ഞാൻ കുറവ് ചേർക്കുക. അപ്പം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പം ഇതുണ്ടോ, കുറേ നേരമായി ഞാനിപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട്, പക്ഷേ ഇത് അങ്ങനെ കട്ട പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. ഈ ബേസിന് ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു, കട്ട പിടിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ അല്ലാതെ വാങ്ങുന്ന ബേസുകൾ പുറത്ത് ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ച് കഴിയുമ്പോഴത്തേനും അത് പെട്ടെന്ന് കട്ട കുത്തും, അങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ലേ. അപ്പം പിന്നെ ഇതിനൊരു വെളിച്ചെണ്ണയുടെ ഒരു ലൈറ്റ് മണമാണ്, പക്ഷേ വെളിച്ചെണ്ണയുടെ മണമല്ല. വെളിച്ചെണ്ണ കുറേ നാൾ ഇന്ന് കഴിയുമ്പോൾ ഒരു സ്മെല്ലില്ലേ, അങ്ങനത്തെ ഒരു ചെറിയ സ്മെല്ലുണ്ട്. പക്ഷെ നമ്മളത് ഫ്രാഗ്രൻസ് ഓയിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്മെല്ല് മാറി കിട്ടും. പക്ഷെ നല്ല അടിപൊളി ബേസാണ്, കല്ല് പോലെ നല്ല കട്ടിയായിട്ടിരിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല. ഇതുണ്ടോ, നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലല്ലേ മറ്റിത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അളിഞ്ഞിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ ഇങ്ങനെ ഏത് സമയം കൈ കഴുകിക്കൊണ്ടിരിക്കണം. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. പിന്നെ തന്നെയുള്ള കൈ നല്ല മോയ്സ്ചറൈസർ ആയിട്ടുണ്ട് ഈ സാധനം നമ്മൾ അരിഞ്ഞെടുത്തപ്പോഴത്തേനെ. അപ്പം ഈ ബേസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം, എത്തിച്ചേരുന്നതാണ്. പിന്നെ നമ്മൾ ഇനി ഒരു ചെറിയൊരു വീഡിയോ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബാക്കി ബേസ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതോടെ ചെയ്തുകൊണ്ട് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ.